എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ സമൃദ്ധി എക്കോ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള SBI ബാങ്കിൻ്റെ മുൻവശത്ത് നിന്നാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇവിടെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ ഇവിടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ദിവസം, 2 ദിവസം, 10 ദിവസം, ഒരു മാസം അല്ല, മാസങ്ങളായിട്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് വെള്ളം പോകുന്ന പല ലീക്കുകളും ഞങ്ങൾ ഇന്ന് വീണ്ടും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കൗൺസിലറും ഇവിടെയുള്ള പ്രദേശവാസികളും അതെല്ലാം നമ്മളോട് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും ഇതിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടി ഞങ്ങൾ മുമ്പ് പോയതാണ് കൗൺസിലറുടെ അടുത്ത്. ഇന്ന് ഞങ്ങൾ വീണ്ടും കൗൺസിലറുടെ അടുത്ത് ചെന്നു. അവർ മുമ്പ് ഞങ്ങളോട് പറഞ്ഞത് പെർമനൻറ്റ് സൊല്യൂഷൻ കാണാൻ വേണ്ടിയാണെന്നാണ്. എന്നാൽ ഇപ്പോൾ ടെമ്പററി സൊല്യൂഷനെങ്കിലും കാണാൻ പറയുമ്പോൾ അവരതിനു വേണ്ടി കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനോടൊക്കെ സംസാരിച്ചായിരുന്നു, വാട്ടർ അതോറിറ്റിയിലെ ഫോണിൽ കൂടെ തന്നെ അവർ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളും അവർ മൂവ് ചെയ്ത ഫയലിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നതിൻ്റെ വിവരങ്ങൾ. ഇക്കാര്യത്തിൽ ജനങ്ങൾ മുഴുവൻ കൃത്യമായി ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളുടെ ഒപ്പം പ്രതിഷേധിക്കാൻ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കാരണം ഞങ്ങൾ ഇതിൻ്റെ അറ്റം കാണുന്നവരെ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ടുണ്ടായിരിക്കും. ഈ മുന്നേറ്റത്തിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 1916 എന്ന അതോറിറ്റിയിലേക്ക് ഫോൺ ചെയ്ത് നിങ്ങൾ ഈ കംപ്ലൈൻറ്റിനെ പറ്റി നിരന്തരം പറയുകയും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ 100 കണക്കിന് ലീക്കുകളാണ് കണ്ടത്. ഈ ലീക്കുകൾക്ക് ശാശ്വത പരിഹാരം കാണാതെ ഞങ്ങളിവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. തന്നെയല്ല, ഈ വെള്ളം വന്ന് ഒന്നിച്ചു ചേരുന്ന ഇവിടെ ഒഴുകിപ്പോകുന്ന കാനയിലൊക്കെ കൊതുകിൻ്റെ ഭീകരമായ ശല്യമായിട്ട് 10-28 ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഞങ്ങളിവിടെ വന്നു കണ്ടു, അവരോട് സംസാരിച്ചു. അവരെല്ലാം പറയുന്നതിൻ്റെ കാരണം ഇതാണ്, ഈ കൊതുകൊക്കെ കാരണം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ പറയട്ടെ, കൊതുക് നിവാരണത്തിന് നമ്മളെയൊക്കെ ശല്യം ചെയ്യാൻ ഫൈൻ ഇടിപ്പിക്കുന്നു. അതുപോലെ തന്നെ വെള്ളം നമുക്ക് തരുന്ന കാറ്റിനും നമുക്ക് തരുന്ന വെള്ളത്തിനും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഇവരെല്ലാം നമ്മളിൽ നിന്ന് പൈസ ഈടാക്കുമ്പോൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഈ വെള്ളത്തിന് നഷ്ടപ്പെടുത്തുന്നതാണ് മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടുള്ള ഇവരുടെ അനസ്ഥത കൊണ്ട്, ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് ഈ ഗതികേടുണ്ടാവുന്നത്. ഇത്തരം വെള്ളം നഷ്ടപ്പെടുന്നതിന് ഒരു ബില്ലോ ഒരു ഫൈനോ ഏതെങ്കിലും വിധത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഈ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കാണാത്ത അവരുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ കൃത്യമായി ജോലി എടുക്കാത്തതിൻ്റെ പേരിൽ അവർക്കൊരു പെനാൽറ്റിയോ ഒരു പണിഷ്മെൻറ്റോ ഒരു ബില്ലോ കിട്ടാത്തതിൻ്റെ പേരിലാണ് അവർ നമ്മളുടെ ഖജനാവ് കൊള്ളയടിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പ്രതികരിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ അവസാനം കണ്ടിട്ട് ഇതിനൊരു തീരുമാനമാക്കിയിട്ട് മാത്രമേ ഇതിൻ്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ പേര് റാണി ആൻഡോ. താങ്ക് യു.